കഴിഞ്ഞ 1.5 വർഷമായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്ററിൻ്റെ ഒരു കൺഫ്യൂഷനാണ് മാർക്കറ്റ് വേണ്ട രീതിയിലുള്ള റിട്ടേൺ ഒന്നും തരുന്നില്ല എന്നുള്ളത്. കാരണം പലരുടെയും പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോഴും റെഡ് ആയിട്ടാണ് കാണാൻ കാരണം കഴിഞ്ഞൊരു സെപ്റ്റംബർ മുതൽ മാർക്കറ്റ് അതിൻ്റെ പീക്കായ ഒരു നിഫ്റ്റി പറയുന്ന സമയത്ത് നിഫ്റ്റി 26,000 എബവ് ടച്ച് ചെയ്തൊരു സമയമായിരുന്നു. പിന്നീട് പല രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാരണം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് അതിൻ്റെ ഒരു അറൗണ്ട് ഒരു 20% അടുത്ത് വരെ താഴെ വന്നു. പിന്നീട് തിരിച്ച് ആ ഒരു ലെവലിലേക്ക് ഇതുവരെ റീച്ചും ചെയ്തിട്ടില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ പലരുടെയും പോർട്ട്ഫോളിയോ ഇപ്പോഴും ലോസിലാണ് ഇരിക്കുന്നത്. ഇവർ പലരും മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും ലോസ് കണ്ട് എക്സിറ്റ് ചെയ്യാനൊക്കെ പലരും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ളൊരു ബ്രോഡായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. കാരണം പലരും കോവിഡിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടാവുക. മാർക്കറ്റിൻ്റെ നല്ലൊരു ബൂം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു 1 ഇയറിലുണ്ടായ ഈ മാർക്കറ്റ് കറക്ഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, IT സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ആ TCSൻ്റെ ഒരു 1000 ഷെയർ 2005 നമ്മൾ വാങ്ങിക്കുകയായിരുന്നെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായി വരുന്ന എമൗണ്ട്, ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്നുള്ളത് ഒരു 150-160 രൂപയാണ്. ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1000 ഷെയർ മേടിക്കാം. അടുത്ത വർഷം 2006 തന്നെ TCS അവരുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു. 1:1 ഇപ്പോൾ 1000 ഷെയർ ഉണ്ടായിരുന്ന ഒരാളിന് ഷെയറിൻ്റെ നമ്പർ 2000 ഷെയർസ് ആയിട്ട് മാറുന്നു. പിന്നീട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് 2007-2008 മാർക്കറ്റ് ക്രൈസിസിനെ ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മാർക്കറ്റ് അറൗണ്ട് ഒരു 30% മാർക്കറ്റ് ഡൗൺ ആവുന്ന സെനാരിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം 2009 സമയത്ത് വീണ്ടും TCSൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായി. അങ്ങനെ അതും 1:1. ഇപ്പോൾ 2000 ഷെയർ ഉണ്ടായിരുന്ന ആളിന് അത് 4000 ഷെയർ ആവുന്നതാണ് കണ്ടത്. മാർക്കറ്റ് ആ ഒരു ഘട്ടവും മാർക്കറ്റ് അഭിമുഖിച്ച് മുൻപോട്ടേക്ക് പോകുന്ന സമയത്ത് 2015 നമ്മൾ കണ്ടു വീണ്ടും ക്രൈസിസിനെ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നു. ദെൻ ആ ഒരു ക്രൈസിസും ഫേസ് ചെയ്ത് മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് 2018 TCSൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ് കണ്ടത്. അത് 1:1 തന്നെയാണ്. അപ്പം 4000 ഷെയർ ഉണ്ടായിരുന്ന ആൾ അത് 8000 ഷെയറായി മാറി. പക്ഷേ പിന്നീട് 2020 നമ്മൾ കോവിഡ് വരുന്നു, മാർക്കറ്റ് ലോക്ക്ഡൗണിലേക്ക് പോകുന്നു. മാർക്കറ്റ് അറൗണ്ട് ഒരു 38% ഒരു ക്രൈസിസ് ആ ഒരു സമയത്ത് നമ്മൾ നേരിട്ടു. ദെൻ അതിനുശേഷം മാർക്കറ്റ് പിന്നീട് ഇതുവരെ മാർക്കറ്റ് കാണാത്തൊരു ഫേസിലാണ് മാർക്കറ്റ് മുൻപോട്ടേക്ക് പോയി. ഇപ്പം നമ്മുടെ TCSൻ്റെ ഷെയർ പ്രൈസ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് അല്പം താഴേക്ക് ഇറങ്ങി ഒരു 3000 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3000 രൂപ അല്ലെങ്കിൽ 2900 രൂപ എന്നുള്ളൊരു എമൗണ്ട് വെച്ച് 1000 ഷെയർസ് അന്ന് ഹോൾഡ് ചെയ്ത് ആളിൽ നിന്ന് 8000 ഷെയർ ഉണ്ട്. അപ്പോൾ 8000 ഇൻറ്റു ഒരു 3000 എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു 2-2.5 കോടി രൂപയോളായി മാറിയിട്ടുണ്ട്. അപ്പോൾ 1.5 ലക്ഷം രൂപ ഒരു 20 വർഷം എന്നുള്ള പേഴ്സ്പെക്റ്റീവിൽ TCSൽ ഹോൾഡ് ചെയ്ത ഒരാളിന് അത് മാറ്റാൻ പറ്റുന്നത് ഒരു 2-2.5 കോടി രൂപയായിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് ഈ 20 വർഷം കൊണ്ട്. ഇത് ഇൻ ബിറ്റ്വീൻ വലിയ മാർക്കറ്റ് ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബൂം വന്നിട്ടുണ്ട്, എല്ലാ ഫേസസിൽ കൂടെ മാർക്കറ്റ് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഇത് TCSൻ്റെ മാത്രമല്ല, ഇൻഫോസിസിലും ഇത് സെയിം തന്നെയാണ്, HDFCയിലും ഇതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടേം ഫാളിനെ നമ്മൾ ഫേസ് ചെയ്യുക, കീപ്പ് ഓൺ ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ടമെൻ്റലി മാർക്കറ്റിനെ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻസിനൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും.